ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സാരമില്ല, നന്ദേട്ടൻ വിഷമിക്കണ്ട. എങ്ങനെങ്കിലും ഞാൻ ഇതിനേക്ക് നേരിട്ടോളാം. എന്റെ കുഞ്ഞിനെ എനിക്ക് രക്ഷിച്ചേ പറ്റൂ. സ്നേഹയുടെ പ്രഗ്നൻസി അബോട്ടായി പോയത് മുതൽ ഇന്നലെ രാത്രി ആ ഗുണ്ടാള് കയറി വന്ന് ഇവിടെ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ വരെ എല്ലാത്തിനും കാരണം ജനിക്കാൻ പോകുന്ന ആ കുഞ്ഞിന്റെ ദോഷം കൊണ്ടാണെന്ന് ആരെങ്കിലും വിശ്വസിച്ചാ അവരെങ്ങനെ കുറ്റം പറയാൻ പറ്റും? നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ഈ വീട്ടിൽ ജനിച്ച ഇവിടെ ഒരു മരണം നടക്കും. ഈ വീട്ടിലെ ആണുങ്ങളിൽ ഒരാൾക്ക് അകാല മൃത്യു സംഭവിക്കും. മോളുടെ കുറച്ച് തുണികള് ഞാൻ രാവിലെ കഴുകിയിട്ടായിരുന്നു. ഇപ്പോഴാ ഓർത്തത്. എന്റെ ചേച്ചി പറഞ്ഞതിനെ കുറിച്ച് ഓർത്താണോ ഈ വിഷമിച്ചിരിക്കുന്നത്? എന്റെ ഏട്ടത്തി, അവരുടെ ഒരു ജന്മം അങ്ങനെ ആയിപ്പോയി. പോത്തിനോട് വേദം ഓതിയിട്ട് എന്താ കാര്യം? നന്മയുള്ള എന്തെങ്കിലും കാര്യം ആ തലയിലോട്ട് കയറണ്ടേ? ഈ ജീവിതത്തിൽ ഒരിക്കലും അതിന് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരെയും ദ്രോഹിച്ചും ഉപദ്രവിച്ചും ശാപങ്ങൾ മാത്രം സമ്പാദിച്ചു കൂട്ടാനേ എന്റെ ചേച്ചി കൊണ്ട് പറ്റൂ. ഏട്ടത്തി, അവര് പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അർച്ചനേട്ടത്തിയുടെ കുഞ്ഞിനെ കുറിച്ച് ഞങ്ങൾ ആരും അങ്ങനെ ചിന്തിക്കത്തില്ല. സ്നേഹയോട് അവര് ചില കുത്തിത്തിരിപ്പുകളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ സ്നേഹയെ അത് വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവന്തിയടുത്തേക്ക് എന്നോട് ശത്രുതയ്ക്ക് 1000 കാരണങ്ങളുണ്ടാവും. പക്ഷേ എനിക്ക് അവരോട് ഒരു ശത്രുതയില്ല. എന്നിട്ടും എന്റെ കുഞ്ഞിന്റെ പേരിൽ അവർ ജാതകദോഷം ആരോപിക്കുന്നു. അതിനുവേണ്ടി അച്ഛനെയും കൂട്ടി ഏതോ ജോൾസിനെ പോയി കണ്ടേക്കുന്നു. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ? ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കോ? വളകാപ്പ് ചടങ്ങ് ഉടനെ നടത്തണമെന്നോ അച്ഛന്റെ അമ്മയുടെ ആഗ്രഹം. പക്ഷേ ഈ അവസ്ഥയില് അച്ഛനോട് ഈ കാര്യം ഞാൻ എങ്ങനെ പറയാ? ഗർഭിണിയായൊരു പെണ്ണിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷ വളകാപ്പ് ചടങ്ങ്. എല്ലാ ബന്ധുക്കളും സന്തോഷത്തോടെ ഒത്തുചേരുന്ന ചടങ്ങല്ലേ അത്? അവന്തിയടുത്ത് ഈ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് കാരണം അച്ഛനോട് ഇതെങ്ങനെ പറയൂന്നുള്ള സംശയത്തിലാണ് ഞാൻ. അതിനെന്താ സംശയിക്കുന്നേ? ഗർഭിണിയായിരിക്കുമ്പോ നടത്തേണ്ട ചടങ്ങല്ലേ അത്? ഏട്ടത്തി, നമ്മള് മുൻകൈ എടുത്ത് തന്നെ ആ ചടങ്ങ് നടത്തണം.